പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷാലോം ടി വിയിലൂടെ അനേകയിടങ്ങളിലിരുന്നു കൊണ്ട് പ്രേക്ഷകരായി ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെ ഓർത്ത് പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഈ ഉണ്ടായിരിക്കട്ടെ. ശുശ്രൂഷയ്ക്ക് ബലഹീനരായി ഞങ്ങളെ തിരഞ്ഞെടുത്ത് കർത്താവെ അങ്ങയുടെ നാമത്തിൽ ആശീർവദിക്കുന്ന വൻ കൃപയോർത്ത് പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് ഈശോയുടെ മുമ്പിൽ ധ്യാനിക്കുന്നത് വചനത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ഞാൻ സൂചിപ്പിച്ചിരുന്നു നേരത്തെ ഒരു അവസരത്തിൽ, വചനവും കൃപയും വിശുദ്ധിയും നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധമായ ജീവിതം, കൃപയുടെ ജീവിതം, വചനത്തിലുള്ള വിശ്വാസ ജീവിതം, ഇത് മൂന്നും നമ്മുടെ ജീവിതത്തിൽ അടിത്തറയാണ്. ഇപ്പോൾ വിശ്വാസ സംബന്ധമായും വചന സംബന്ധമായും കൃപാപൂർണമായും വിശുദ്ധിയോടെ ജീവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ദൈവവചനത്തെക്കുറിച്ചാണ്. ഇത് പറയാൻ കാര്യം, ദൈവവചനത്തെ ആധുനിക കാലഘട്ടത്തിൽ പലരും മനസ്സിനെ ട്രെയിൻ ചെയ്യിക്കാനുള്ള ഒരു ഉപാധിയായി എടുക്കുന്നത് കാണാൻ ഇടവന്നിട്ടതുകൊണ്ടാണ്. മനസ്സിനെ ട്രെയിൻ ചെയ്യിക്കാനുള്ള ഉപാധിയായി വചനത്തെ എടുക്കുന്ന ധാരാളം പേരെ കണ്ടിട്ടുള്ളത് കൊണ്ടാണ്. അതായത് വചനം ധാരാളം പഠിക്കുക, വചനം ധാരാളം കേൾക്കുക, പ്രസംഗങ്ങളുടെ അടിമകളാകുക, വചനം 40 തവണ വായിച്ച് ലോഗോസ് ക്വിസിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കുക. നല്ലതല്ലേ? ഇതൊക്കെ നല്ലതാണ്. പക്ഷേ വളരെ സൂക്ഷ്മമായി ഒരു വിവേചനാശക്തി പുലർത്തുന്നില്ലെങ്കിൽ ഇതിനകത്തൊരു അപകടം ഒളിച്ചു കിടപ്പുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പഴയ നിയമത്തിൻ്റെ പിന്തുടർച്ചയായി ഈശോയുടെ കാലത്ത് വചനം ധാരാളം പഠിച്ച ഫരീസയരും നിയമജ്ഞരും ഉണ്ടായിരുന്നു. അവർ ഒരുപാട് പ്രാർത്ഥിച്ചവരായിരുന്നു, അവർ ഒരുപാട് ഉപവസിച്ചവരായിരുന്നു, വചനത്തെ അക്ഷരശ പാലിച്ചവരായിരുന്നു. 640 പരം വചനവ്യാഖ്യാനങ്ങൾ ഓരോ വചനത്തിനും അവർ നൽകിയിരുന്നു. അങ്ങനെ വചനത്തിൻ്റെ പാഠങ്ങൾ, വ്യാഖ്യാനങ്ങൾ ഓരോ നിയമങ്ങളാക്കി അതെഴുതി നെറ്റിപ്പട്ടമായി സൂക്ഷിച്ച് കൈത്തണ്ടയിൽ കെട്ടിയിട്ട് അങ്ങനെ നിരന്തരം വചനവുമായി ഇടപഴകി ജീവിച്ചവരാണ് ഫരീസയരും നിയമജ്ഞരും. പക്ഷേ നമുക്കറിയാം, സാക്ഷാൽ വചനമായ യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ ഈ സത്യവചനത്തെ അവർ പിടിച്ച് കുരിശിൽ തറച്ചു കൊന്നുകളഞ്ഞു. അവരെ സംബന്ധിച്ചിടത്തോളം വചനമെന്ന് പറയുന്നത് തനാഖ്, തോറ, നബിയും ഖുതുബിയും. ഈ ഹീബ്രു ബൈബിളിലെ ഈ 3 ഘടകങ്ങൾ, തോറ മോശയുടെ പഞ്ചഗ്രന്ഥി, നബിയും പ്രവചന ഗ്രന്ഥങ്ങൾ, ഖുതുബിയും ലിഖിതങ്ങൾ, ഇത് 3മാണ് അവരുടെ ബൈബിൾ. ഈ ബൈബിൾ അവർ മനഃപ്പാഠമാക്കിയിരുന്നു. അത് ധാരാളം അവർ വായിച്ചിരുന്നു. അതിൻ്റെ ഓരോ വാക്കുകളും അക്ഷരശഃ മനസ്സിലാക്കിയിരുന്നു. അവർ അത് മനസ്സിൻ്റെ ഇൻസ്ട്രക്ഷന് വേണ്ടി പഠിച്ചിരുന്നു. ടു ട്രെയിൻ ദ മൈൻഡ്. പ്രിയപ്പെട്ടവരെ, നമുക്കും ഇന്ന് അറിയാതെ വളരെ സൂക്ഷ്മമായി നമ്മുടെ ഇടയിൽ വ്യാപരിക്കുന്ന ഒരു വിഷയമാണ് ഈ വചനമൊക്കെ കേട്ട് അറിഞ്ഞ് മനസ്സിനൊരു സുഖം, മനസ്സിന് ബൈബിൾ വായിച്ചു എന്നുള്ള ഒരു സംതൃപ്തി, നമ്മുടെ അറിവ് വർദ്ധിപ്പിച്ചു എന്നുള്ള ഒരു ആത്മസാക്ഷാത്കാരം. ഇത് യഹൂദനും സംഭവിച്ചതാണ്. അതുകൊണ്ടാണ് സാക്ഷാൽ വചനമായി യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ ഈശോയെ അവർ പിടിച്ച് കുരിശിൽ തറച്ചു കൊന്നു. സങ്കീർത്തന പുസ്തകം 103-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി ദൈവം നേരത്തെ പറഞ്ഞു വെച്ചു, മോശയ്ക്ക് അവിടുന്ന് തൻ്റെ വഴികൾ പഠിപ്പിക്കുകയും ഇസ്രായേൽ ജനത്തിന് തൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്തുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ടതായ ഒരു ഡിസ്റ്റിങ്ഷൻ, ഒരു വേർതിരിവ് ഇതിനകത്തുണ്ട്. മോശയ്ക്ക് അവിടുന്ന് തൻ്റെ വഴികൾ പഠിപ്പിച്ചു കൊടുത്തു, എന്നാൽ ഇസ്രായേൽ ജനത്തിന് തൻ്റെ പ്രവൃത്തികൾ അവിടുന്ന് വെളിപ്പെടുത്തി കൊടുത്തു. ഇസ്രായേൽ ജനം പാളിപ്പോയി. മോശ
പക്ഷേ പാളിയില്ല. ഭൂമിയിൽ ഏറ്റവും സൗമ്യനായ ഒരു മനുഷ്യനായി ഈ വചനം അദ്ദേഹത്തെ രൂപപ്പെടുത്തി. ഈജിപ്തുകാരനെ കൊന്നവനാണ്, കലഹിച്ചവനെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലായ്മ ചെയ്തവനാണ് മോശ. പക്ഷേ അവൻ്റെ ഈ ആസുരതകൾ, അവൻ്റെ ഈ കഠിനചിത്തത, അവൻ്റെ ഈ കലഹപ്രിയം, വെട്ടൊന്ന് മുറിരണ്ട് എന്നൊരു സ്വഭാവം, ഈ മുൻകോപം, നീരസം, ഈ വെറുപ്പ്, പ്രതികാര ചിന്ത വചനം രൂപപ്പെടുത്തി. കാരണം ദൈവം മോശയ്ക്ക് തൻ്റെ വഴികൾ പറഞ്ഞു കൊടുത്തു. അതൊരു ഇൻവേർഡ് റിയാലിറ്റിയാണ്. ദൈവത്തിൻ്റെ വഴികൾ അറിയാനാണ് വചനം. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെട്ട് കിട്ടി എന്നതുകൊണ്ട് വാഗ്ദത്ത നാട്ടിൽ നമ്മൾ എത്തണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പുതിയ നിയമത്തിൽ ഇതൊരു ഇൻവേർഡ് റിയാലിറ്റിയാണ് എന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ ഉദാഹരണത്തിന് വ്യഭിചാരം എന്ന് പറയുന്നത് പുറത്തെ പ്രവൃത്തിയാണ്, ഒരാളുമായി കിടക്ക പങ്കിടുന്നതാണ് വ്യഭിചാരം. പക്ഷേ പുതിയ നിയമത്തിൽ ഈശോ പറഞ്ഞു, ആസക്തിയോട് ഒരാളെ നോക്കിയാൽ മതി. മനസ്സിൽ ഒരു ചിന്ത ആസക്തിയുടേത് വന്നാൽ വ്യഭിചാരമായി. പഴയ നിയമത്തിൽ കൊലപാതകം എന്ന് പറയുന്ന ഒരാളെ കത്തിയെടുത്ത് കുത്തി കൊല്ലണം. എന്നാൽ പുതിയ നിയമത്തിൽ സഹോദരനെ പോഴ, ഭോഷ എന്നൊന്ന് വിളിച്ചാൽ മതി, കൊലപാതകിയായി. അതുകൊണ്ട് ഈ വചനം നമ്മുടെ ഇൻറ്റൻഷൻ ഓഫ് ദ ഹാർട്ട്, നമ്മുടെ മനസ്സിൻ്റെ മോട്ടീവുകളെ, ലക്ഷ്യങ്ങളെ, മനസ്സിൻ്റെ ആഗ്രഹങ്ങളെ വിമലീകരിക്കുന്നില്ലെങ്കിൽ ഇത് മനസ്സിനെ ട്രെയിൻ ചെയ്യിച്ച് അവസാനം യഥാർത്ഥ വചനത്തെ കുരിശിൽ തറയ്ക്കാൻ കാരണമാകും. ദ ലെറ്റർ ദറ്റ് കിൽസ് എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. എഴുതപ്പെട്ട വചനം കൊല്ലുന്നു. ദ ലെറ്റർ ദറ്റ് കിൽസ്. എന്നാൽ ഈ വചനം എൻ്റെ ഭാഗമായി മാറുന്നതാണ് റേമ. ഈ ജ്ഞാനം എൻ്റെ പ്രിയപ്പെട്ടവരെ കാലഘട്ടത്തിൽ നമുക്ക് വേണം. വചനം ഒരുപാട് നമ്മൾ അന്വേഷിച്ചു പോകുന്നവരാണ്. വചനവുമായി നിരന്തരം മല്ലടിക്കുന്നവരാണ്, ഇടപഴകുന്നവരാണ്, വചനം കൈകാര്യം ചെയ്യുന്നവരാണ്. വീടിൻ്റെ പിന്നാമ്പുറത്തും വീടിൻ്റെ മുൻവാതിലിലും വചനം എഴുതിയൊട്ടിച്ച്, വചനം 33 തവണ വീടിന് ചുറ്റും ചൊല്ലി നടന്ന്, വചനം കൊണ്ട് കൊന്ത പോലും നടത്തി, വചനക്കൊന്തകൾ ആവർത്തിക്കുന്ന നമ്മൾ. പക്ഷേ നമുക്കെതിരെ ആരെങ്കിലും ഒരു പരാതി പറഞ്ഞാൽ, പരിഭവം പറഞ്ഞാൽ, നമ്മളെ പുച്ഛിച്ചാൽ, ഇകഴ്ത്തിക്കെട്ടിയാൽ പിന്നെ ക്ഷമിക്കാൻ പറ്റാതാകുന്നത് എന്തുകൊണ്ടാണ്? വിട്ടുകൊടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? വടംവലികൾ സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രിയപ്പെട്ടവരെ, ഈ വചനം മനസ്സിനെ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു ഉപാധി മാത്രമാണ്. മനസ്സിൻ്റെ നിയന്ത്രണം അത് ഏറ്റെടുക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ അന്ത്യവിധിയിൽ അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നവയെ വെളിച്ചത്ത് കൊണ്ടുവരുന്നവനും ഹൃദയരഹസ്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നവനുമായ യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഈ വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നതാവണം. ഈ വചനം നമ്മൾ അന്ധകാരത്തിൽ നാം ഒളിച്ചു വച്ചിരിക്കുന്ന, ഹൃദയത്തിൽ ആരും കാണാതെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതും നമ്മുടെ സ്വഭാവത്തെ, ടേസ്റ്റ് ബഡുകളെ മാറ്റുന്നതുമായി മാറണം. ടേസ്റ്റ് ബഡുകൾ നമ്മുടെ സ്വഭാവത്തെ മാറ്റുന്ന, നമ്മുടെ രുചികളെ, അഭിരുചികളെ മാറ്റുന്ന ഒരു ശക്തി ഇതിനുണ്ട്. അതിന് ഈ വചനം കാരണമാകണം. ഞങ്ങളോടൊപ്പം ഒരു റമ്പാച്ചനുണ്ട്. ദൈവവചനം ഏതാണ്ട് 4000-ഓളം ചോദ്യങ്ങൾ ബൈബിളിനെ കുറിച്ച് അദ്ദേഹം ചോദ്യം ചെയ്ത് എഴുതി അദ്ദേഹം ആത്മശോധനയ്ക്ക് വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട്. ഒരാത്മാവിനെ ശോധന ചെയ്യുവാൻ വചനം വെച്ച് അദ്ദേഹം 4000-ൽ പരം ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ആത്മാവ് അത്രമേൽ വിശാലമാണ്. അതുകൊണ്ട് ഈ വചനമൊക്കെ വെച്ചുകൊണ്ട് വിശുദ്ധ കുമ്പസാരം നടത്താൻ നമുക്കായാൽ, ഈ വചനം നമ്മുടെ ആത്മമണ്ഡലത്തെ തൊടുന്നതായാൽ, പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ മനസ്സിൻ്റെ ഇച്ഛകളെ നിയന്ത്രിക്കുന്ന, സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായി മാറും. ഈ വചനമാണ് നമ്മുടെ സന്ധിബന്ധങ്ങളിലേക്ക് തുളച്ചു കയറുന്നത്. ഈ വചനമാണ് മജ്ജയിലും മാംസത്തിലും തുളച്ചു കയറുന്നത്. ഈ വചനമാണ് നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കണം. ഇത് നമ്മുടെ മനസ്സിൻ്റെ ചില ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ച് ദൈവം ഹൃദയഭാവത്തിലേക്ക് നോക്കുമ്പോൾ ഹൃദയത്തിൽ വാക്കും പ്രവൃത്തിയും തമ്മിലൊരു പൊരുത്തം ഈ വചനം സൃഷ്ടിക്കണം. നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടങ്ങളും
മനസ്സിൻ്റെ ആഗ്രഹങ്ങളും അവൻ്റെ ഹിതത്തോട് ഒത്തുപോകാൻ ഈ വചനം നമ്മെ സഹായിക്കണം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ നമ്മെ ഈ വചനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്, അവിടുത്തെ വചനം നമ്മളെ സൽപ്രവൃത്തികൾക്ക് സഹായിക്കും, മാത്രമല്ല നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്രയധികമായി അന്ധകരണത്തെ ശുദ്ധീകരിക്കുമെന്ന് പറയുന്നുണ്ട്. നിർജീവ പ്രവൃത്തി, ചത്ത പ്രവൃത്തി. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ 3 പ്രവൃത്തികളുണ്ട്. 1 നല്ല പ്രവൃത്തി, 2 ചീത്ത പ്രവൃത്തി. എന്നാൽ ഇതുകൂടാതെ മറ്റൊരു പ്രവൃത്തിയും ബൈബിളിലുണ്ട്, ചത്ത പ്രവൃത്തി. എന്താണ് നിർജീവ പ്രവൃത്തികളെന്നറിയാമോ? അത് നല്ല പ്രവൃത്തികളാണ്, പക്ഷേ അതിൻ്റെ പിന്നിലെ മനോഭാവം, ദ ഇൻറ്റൻഷൻ ഓഫ് ദ ഹാർട്ട്, മോട്ടീവ് ഓഫ് യുവർ മൈൻഡ്, അത് തെറ്റായതായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാകും. ഞാനിപ്പോൾ പ്രസംഗിക്കാൻ പോകുന്നുണ്ട് പല സ്ഥലങ്ങളിൽ. എൻ്റെ ഇൻറ്റൻഷൻ പണമാണെങ്കിൽ പ്രസംഗം നല്ല പ്രവൃത്തിയാണ്, പക്ഷേ ഇൻറ്റൻഷൻ പാളിപ്പോയി. ഇതാണ് ചത്ത പ്രവൃത്തി, നിർജീവ പ്രവൃത്തി. ഈ നിർജീവ പ്രവൃത്തികളിൽ നിന്നാണ് വചനം നമ്മളെ മോചിപ്പിക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് ഈശോ ഒരിക്കൽ പോലും ശിഷ്യന്മാരെ 10 പ്രമാണം തെറ്റിച്ചതിൽ നിന്ന് ഒരിക്കലും തിരുത്തിയിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പത്രോസെ, നീ എന്തിനാ കള്ളം പറഞ്ഞതെന്ന്? യൂദാസെ, നീ എന്താ മോഷ്ടിക്കുന്നത്? യോഹന്നാനെ, നീ ഇനി കൊലപാതകം ചെയ്യരുത് പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ ഈശോ അവരെ തിരുത്തിയത് ഇടർച്ചകൾ വരുത്താതിരിക്കാനാണ്. 10 പ്രമാണം കൊണ്ട് ഈശോ ഒരിക്കലും അവരെ ശാസിച്ചിട്ടില്ല, മറിച്ച് അവർക്ക് സ്കാൻഡൽ വരുത്താൻ സാധ്യതയുണ്ട്, ഇടർച്ചകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ഈ നിർജീവ പ്രവൃത്തികളാണ്. അവർ നല്ലതായി പ്രവർത്തിക്കാൻ തുടങ്ങും, പക്ഷെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലിരിപ്പ് ശുദ്ധമല്ല. ഇതാണ് നിർജീവ പ്രവൃത്തികൾ. ഇതിനെയാണ് വചനം വിശുദ്ധീകരിക്കേണ്ടത്. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഈ വചനം വെച്ച് നന്നായി വിശുദ്ധ കുമ്പസാരം നടത്താൻ നമുക്കാകണം, ആത്മശോധന നടത്താൻ നമുക്കാകണം. അതിന് ഈശോ നമ്മളെ സഹായിക്കും. ഈ ജ്ഞാനം അനിവാര്യമാണ് ഈ കാലഘട്ടത്തിൽ. ചത്ത പ്രവൃത്തികളെ, നിർജീവ പ്രവൃത്തികളെ വിശുദ്ധീകരിക്കാൻ വചനം കാരണമാകും. കാരണം ദ ഇൻറ്റൻഷൻ ഓഫ് യുവർ ഹാർട്ട്, ഇറ്റ്സ് ആൻ ഇൻവേർഡ് റിയാലിറ്റി. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്? അതെൻ്റെ പേരും പ്രശസ്തിയുമാണോ? എൻ്റെ പണവും എൻ്റെ പ്രതാപവുമാണോ? എൻ്റെ സ്വാർത്ഥതകളാണോ? അതോ എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളാണോ? ഇതിനാണ് വചനം നമ്മെ സഹായിക്കുന്നത്. നമുക്ക് എഴുന്നേൽക്കാം, കരങ്ങൾ കൂപ്പാം. കർത്താവേ, വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കാൻ എന്നെ സഹായിക്കണമേ. ഇരടികളോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. ചേർന്ന് പാടാമോ? നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതാ നിൻമൊഴികൾ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതാ നിൻമൊഴികൾ. കർത്താവേ, അന്ധകാരത്തിലിരിക്കുന്നവയെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങയുടെ വചനമാണ്. ഹൃദയ രഹസ്യങ്ങൾ, ദ മോട്ടീവ്സ് ഓഫ് മൈ ഹാർട്ട്, ഇൻറ്റൻഷൻസ് ഓഫ് മൈ ഹാർട്ട് പുറത്തു കൊണ്ടുവരുന്നത് എൻ്റെ ദൈവമാണ്. മറ്റാർക്കും പിടികൊടുക്കാതെ ഞാൻ കൊണ്ടു നടക്കുന്ന എൻ്റെ ഹൃദയ രഹസ്യങ്ങൾ വചനം വിശുദ്ധീകരിക്കും. കർത്താവേ, ഹൃദയത്തിൻ്റെ കോണുകളിൽ ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ആരോടും പറയാത്ത രഹസ്യങ്ങൾ വചനം വിശുദ്ധീകരിക്കും. കർത്താവേ, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണം. വചനം ജീവദായകമാണ്, ദൈവീകമാണ്,
പ്രകാശപൂരിതമാണ്. വചനമാണ് എന്നെ ശുദ്ധീകരിക്കുന്നത്. ഇരുകരങ്ങളും ഉയർത്തി, സ്വരമുയർത്തി ഒരിക്കൽ കൂടി ഈശോയെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. കർത്താവേ, അവിടുത്തെ ആത്മാവിൻ്റെ ശക്തി, വചനത്തിൻ്റെ ശക്തി, കൃപയുടെ ശക്തി, വിശ്വാസത്തിൻ്റെ ശക്തി ഇപ്പോൾ വെളിപ്പെടുത്തണമേ. ഹൃദയ രഹസ്യങ്ങളെ സ്പർശിക്കണമേ. കർത്താവേ, എന്നിലെ നിർജീവ പ്രവൃത്തികൾ വിട്ടുമാറിപ്പോകട്ടെ. കർത്താവേ, വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തമുണ്ടാകാൻ സത്യസന്ധതയുടെ അഭിഷേകം എന്നാൽ നിറയുവാൻ, നീതിപൂർവം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കർത്താവേ, അവിടുത്തെ വചനം എന്നിലേക്ക് അയക്കണമേ. നിങ്ങളുടെ വചനമാണ് സത്യം. ഇരടികളോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. സത്യവചനം, നിത്യവചനം, മണ്ണിൽ രക്ഷയേകും തിരുവചനം. സത്യവചനം, നിത്യവചനം, മണ്ണിൽ രക്ഷയേകും തിരുവചനം. ഇന്നലെയും ഇന്നുമെന്നും ജീവിക്കുന്ന ദിവ്യവചനം. ഇന്നലെയും ഇന്നുമെന്നും ജീവിക്കുന്ന ദിവ്യവചനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിരുകരങ്ങളും ഉയർത്തി ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവികമായ വചനം, ജീവൻ്റെ വചനം, സത്യമായ വചനം എനിക്ക് നൽകണമേ. വചനത്തിന് പൊരുളുകളും ഉൾക്കാഴ്ചകളും വെളിപാടുകളും അവിടുന്ന് നൽകണമേ. ആഴത്തോട് ആഴം സംസാരിക്കണമേ. കർത്താവേ, ആത്മാവിൽ വചനം അവിടുന്ന് എഴുതി പഠിപ്പിക്കണമേ. വചനമനുസരിച്ച് ജീവിക്കാൻ പ്രേരണ നൽകണമേ. വചനം വായിച്ചു പോകുന്നവർ മാത്രമാകാതെ കർത്താവെ, വചനം വെച്ച് ആത്മാവിനെ ശോധന ചെയ്യുവാൻ പഠിപ്പിക്കണമേ. മനസാന്നിധ്യം തരണമേ. മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കണമേ. ബന്ധങ്ങളെ വിശുദ്ധീകരിക്കണമേ. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ വചനം കൊണ്ട് വിശദീകരിക്കണമേ. വചനത്തിന് ശക്തി പ്രകടമാകണമേ. അവനിലൂടെ സകലതും സൃഷ്ടിക്കപ്പെട്ടു. അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. അതിനാൽ കർത്താവേ, അങ്ങയുടെ വചനത്തിന് അസാധ്യമായി ഒന്നുമില്ലല്ലോ. ചേർന്ന് പാടി ഞങ്ങളെ ആരാധിക്കുന്നു. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. മഴയായി പെയ്യട്ടെ. എല്ലാ കുടുംബങ്ങളിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക്, സഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോലെ സഭയുടെ കൂട്ടായ്മയിൽ എഴുന്നള്ളി വരണമേ. ആത്മാവിൻ തീമഴ പുതിയ പ്രവചനങ്ങൾ നൽകണമേ. ആത്മാവിൻ തീനാളങ്ങൾ വെളിപാടുകൾ നൽകണമേ. മഴയായി പെയ്യട്ടെ. സ്വർഗത്തിന്റെ ബോധ്യങ്ങൾ നൽകണമേ. ആത്മാവിൻ തീനാളങ്ങൾ വചനത്തിന്റെ ശക്തി വെളിപ്പെടുത്തണമേ. മഴയായി പെയ്യട്ടെ. എല്ലാ ദുഷ്ടാത്മാക്കളെ, ദുരാത്മാക്കളെ, അശുദ്ധാത്മാക്കളെ, തിന്മയുടെ സ്വാധീന ശക്തികളെ വചനമയച്ച് അവിടുന്ന് പുറത്താക്കണമേ. കർത്താവേ, ഞങ്ങളുടെ സ്വഭാവത്തിൻ്റെ മേൽ അധികാരമുള്ള അങ്ങയുടെ വചനം ഞങ്ങളുടെ ജീവനെ, ജീവിതത്തെ പ്രകാശമയമാക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ചേർന്ന് പാടാം. ആത്മാവിൻ്റെ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ ജീവനിൽ, കുഞ്ഞുങ്ങളിൽ, ഞങ്ങളുടെ മനസ്സിൽ, ഹൃദയത്തിൽ ആത്മാവിൻ്റെ തീനാളം വചനമായി പെയ്തിറങ്ങട്ടെ. പ്രാർത്ഥിക്കാം. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ.
ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ. ആമേൻ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോൽ ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. മഴയായി പെയ്യട്ടെ. കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് വചനം കൊണ്ട് എന്നെ സ്പർശിക്കണമേ. വചനത്തിൻ്റെ വെളിപാട് നൽകണമേ. നിങ്ങളുടെ വചനം ആത്മാവും ജീവനുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ വഴികളെ, വഴിത്താരകളെ, വാഹനങ്ങളെ, വരുമാന മാർഗങ്ങളെ, എൻ്റെ നടപ്പുകളെ, എൻ്റെ ജീവിത വഴികളിൽ എനിക്ക് തന്നിരിക്കുന്ന ബന്ധങ്ങളെ, എൻ്റെ കുഞ്ഞുങ്ങളെ, ജീവിത സഖിയെ, മാതാപിതാക്കളെ, എൻ്റെ പൗരോഹിത്യത്തെ, സന്യാസത്തെ, സമർപ്പണ ജീവിതത്തെ, തിരുസഭയുടെ പ്രേക്ഷിത ശുശ്രൂഷകളെ, എല്ലാ പിതാക്കന്മാരെ, സഭയുടെ എല്ലാ നേതാക്കന്മാരെ കർത്താവേ, അവിടുത്തെ വിശുദ്ധിയാൽ, അഭിഷേകത്താൽ, വചനത്താൽ നിറയ്ക്കണമേ. ലിയോ 14 മാർപ്പാപ്പായോട് ചേർന്ന് എല്ലാ പിതാക്കന്മാരുടെ ആത്മീയ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഈ മക്കളെല്ലാം ആശീർവദിക്കുന്നു. വചനം തുറക്കപ്പെടട്ടെ. വചനത്തിൻ്റെ ശക്തി ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കട്ടെ, സ്വഭാവത്തെ ഏറ്റെടുക്കട്ടെ. എല്ലാ മനോരോഗങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, വിഷാദ അവസ്ഥകൾ, നിരാശകൾ മാറിപ്പോകട്ടെ. വചനത്തിൻ്റെ ശക്തി പ്രകടമാകട്ടെ. തെളിഞ്ഞ മനസ്സുണ്ടാകട്ടെ. ആനന്ദത്തിൻ്റെ അഭിഷേകമുണ്ടാകട്ടെ. ദൈവസ്നേഹത്തിൻ്റെ മനസ്നേഹത്തിൻ്റെ അഭിഷേകമുണ്ടാകട്ടെ. ആരാധിക്കാൻ, പ്രാർത്ഥിക്കാൻ ഉണർവും തീക്ഷ്ണതയും ഈ കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപരിക്കട്ടെ. കർത്താവേ, പരിശുദ്ധ ശുശ്രൂഷയിൽ ഷാലോം ടെലിവിഷനിലൂടെ അങ്ങ് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്ക് വചനത്തിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ വന്നു ഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. എൻ്റെ എല്ലാം നീയേ, എൻ്റെ ജീവനും പ്രാണനും നീയേ. എൻ്റെ എല്ലാം നീയേ, എൻ്റെ ജീവനും പ്രാണനും നീയേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.